പിൻവലിക്കുന്ന നിലപാട് സ്വീകരിക്കേണ്ട നടപടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷം ഇവിടെ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ രാജി പ്രഖ്യാപിക്കുന്ന സദസ്സിൽ പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം, പിന്നെ നിങ്ങളുടെ അടുത്ത ആകാംക്ഷ, നിലമ്പൂരിൽ മത്സരിക്കുമോ? ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ നിലമ്പൂരിൽ UDF നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിരുപാധികമായ പിന്തുണ. കാരണം ഇവിടെ ഈ സർക്കാരിന്റെ അവസാനത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഇത് മാറേണ്ടതുണ്ട്. ഞങ്ങൾ ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട സ്പീക്കർ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മമതാ ബാനർജിയെ ബംഗാളിൽ പോയി കണ്ട് ഞാൻ നേരിട്ട് ഈ പറയുന്ന മെമ്പർഷിപ്പ് സ്വീകരിച്ചതിന് ശേഷം ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും ഇപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മലയോര കർഷകരുടെ മുഴുവൻ പിന്തുണയും ആർജിച്ചുകൊണ്ട് പിണറായിസത്തിന്റെ അവസാനം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഈ ബൈ ഇലക്ഷനിലായിരിക്കും. അതുകൊണ്ട് പരിപൂർണമായ പിന്തുണ അവർക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കണം, ഇനി എത്ര ദിവസമല്ലേ ഈ പിണറായിസം? 482 ദിവസം ഇനി ബാക്കിയുള്ളത്. ആരും അധികം കൊമ്പൊന്നും കോർക്കണ്ട. 482 ദിവസം അതിന്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ്. ഇന്ന് തുടങ്ങുകയാണ്. PV അൻവർ പാർട്ടിയിൽ നിന്ന് പോയിട്ട് ഒരു രോമം പോയില്ലല്ലോ എന്ന് പറഞ്ഞവരുണ്ട്. അത് നമുക്ക് കാണാം. അത് നമുക്ക് കാണാൻ പോകുന്ന പൂരമാണ്. അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം DIC ഉണ്ടായതിനു ശേഷം ഒരു 30% ആളുകൾ DIC തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നപ്പം ഞാൻ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്കാറ്റേഡായി കിടക്കുകയാണ്. അവരൊക്കെ പല പാർട്ടിയിലുമായി പോയി, പലതിലും രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി. ഇവരെയൊക്കെ സ്വരൂപിക്കും. പല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നവരുണ്ട്, അവജ്ഞ അനുഭവിച്ചു നിൽക്കുന്നവരുണ്ട്. പിണറായിസത്തിനെതിരെ നിലപാട് സ്വീകരിക്കാത്തതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ മൗനികളായി നിൽക്കുന്ന ആയിരക്കണക്കിന് സഖാക്കളുണ്ട്. ഇവരെ മുഴുവൻ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ ഉണ്ടാകും. ആ രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അതില് എനിക്ക് നിലമ്പൂരിലെ കാര്യത്തില് കേരളത്തിലെ പ്രതിപക്ഷ UDF നേതൃത്വത്തോട്